RCM ബിസിനസിനെക്കുറിച്ചും പ്രൊഡക്റ്റുകളെക്കുറിച്ചും അറിയുവാൻ RCM ബിസിനസ് കേരള എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് rcmbusinesskerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് RCM. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയാ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പനി വാരിക്കോരി തരും, എല്ലാ മാസവും തരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ വാരിക്കോരി കിട്ടുമ്പോൾ ഏതൊക്കെ രീതിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ എനിക്കും ചെറിയൊരു റിമൈൻഡിങ് ആണ്, അല്ലെങ്കിൽ റിമൈൻഡർ ആണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം. അപ്പൊ അത് തന്ന മൂർത്തി സാറിനും ബിനു സാറിനും ഈ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്. ചില കാര്യങ്ങള് നമ്മള് ശരിയായ സമയത്ത് അതിനെ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് പിന്നീട് ഒരു ഗിൽട്ട് അല്ലെങ്കിൽ അയ്യോ അത് ചെയ്തിരുന്നെങ്കിൽ അത് നന്നായേനെ എന്നൊരു തോന്നൽ വരും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു സെഷൻ. അത് തുടങ്ങുന്നേക്കാളും മുന്നേ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടയിൽ വെച്ചിട്ട് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിനെ ഒരു മാർക്കറ്റിൽ വെച്ച് കണ്ടു. അടുത്ത ദിവസം യാത്ര ചെയ്തപ്പോൾ ഈ കുട്ടീനെ കണ്ടു, അതിന്റെ അടുത്ത ദിവസം യാത്ര ചെയ്തപ്പോൾ ഈ കുട്ടീനെ കണ്ടു. അങ്ങനെ ഒരുപാട് ഇഷ്ടമായിട്ട് ഒരു ദിവസം അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ യുവതിയുടെ പിന്നാലെ പോയി ഈ കുട്ടിയുടെ വീട് ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. അങ്ങനെ 4ാമത്തെ ദിവസം ആ കുട്ടിയുടെ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് ആ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മകളെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല, ഞാനൊരു കർഷകനാണ്, എനിക്ക് കുറച്ച് പോത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ രീതിയിൽ പച്ചക്കറി ഉണ്ട്, അത്രയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ഉയർന്ന ഒരു എന്താ പറയുക റാങ്കിലുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒറ്റ കണ്ടീഷനുള്ളൂ, ആ കണ്ടീഷൻ നിങ്ങൾ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്താൽ എന്റെ കൊച്ചിനെ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്ത് കണ്ടീഷനും റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, നിങ്ങളുടെ ഫീൽഡിൽ പോയിട്ട് നിൽക്കുക, അവിടെ ഒരു വലിയൊരു പറമ്പുണ്ട്, ആ പറമ്പിൽ പോയി നിൽക്കുക, ഞാൻ 3 കാളകളെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും, അതിൽ ഏതെങ്കിലും ഒരു കാളയുടെ വാല് നിങ്ങൾ പിടിച്ചാൽ മതി എന്ന് പറയും. ഏതെങ്കിലും ഒരു കാളയുടെ വാല് നിങ്ങൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറയും. അപ്പൊ ഓക്കെ, പ്രശ്നമില്ല. അങ്ങനെ ഇദ്ദേഹം ധൈര്യം മൊത്തം സംഹരിച്ച് ആ ഗ്രൗണ്ടിലേക്ക് എത്തി എല്ലാ തയ്യാറെടുപ്പോടും കൂടിയിട്ട് നിൽക്കുമ്പോ ആദ്യത്തെ കാളേനെ ആള് വിട്ടു. ആദ്യത്തെ കാളേനെ വിട്ടപ്പോ ഇന്നേ വരെ ഇത്രയും വലുപ്പമുള്ള ഒരു കാളെ കണ്ടിട്ടില്ല, ഇത്രയും കൊമ്പുള്ള ഒരു കാളെ കണ്ടിട്ടില്ല. ഇത് കണ്ടോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പകുതി ധൈര്യം പോയിന്ന് മാത്രമല്ല, ഈ കാള ഓടി വന്നതോട് കൂടിയിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചാടി. കുഴപ്പമില്ല, ഇനിയൊരു 2 കാളയുണ്ടല്ലോ. അപ്പൊ 2ാമത്തെ കാളയമ്മയെ പിടിക്കാൻ വെച്ചു പാല്. അങ്ങനെ 2ാമത്തെ കാള നല്ല ചെറുപ്പം കുഞ്ഞൊരു കാളയായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ആദ്യത്തെ കാളയെക്കാളും വലിയൊരു കാളയെ വന്നത്. അത് കണ്ടതോട് കൂടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന, ജീവനം കൊണ്ട് ഓടണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പക്ഷെ അപ്പോഴും ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ ഓർമ്മയിൽ വരിക. അതുകൊണ്ട് പിന്തിരിയാൻ ആള് റെഡി ആയിരുന്നില്ല. ആള് വിചാരിച്ചു ഇത് പോട്ടെ, കുഴപ്പമില്ല, 3ാമത്തെ കാളയുടെ വാല് ഞാൻ പിടിച്ചിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടു. 3ാമത്തെ കാള ഡോറ് തുറന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം വളരെ കുഞ്ഞൊരു കാളക്കുട്ടിയെ, അത്ര എന്താ പറയാ സൈസോ കാര്യങ്ങളൊന്നും ഇല്ല, കൊമ്പൊക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പൊ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഇതിന്റെ പിന്നെ എന്തായാലും പിടിക്കാലോ എന്ന് വിചാരിച്ച് എല്ലാം റെഡിയാക്കി മണ്ണൊക്കെ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉരസി പിടിച്ച് ആ വാല് പിടിക്കാൻ വേണ്ടി അദ്ദേഹം നിന്നതും കാള വന്ന് അതിന്റെ പിന്നിൽ വാല് പിടിക്കാൻ നോക്കിയോ, വാലില്ല. ആ കാളയ്ക്ക് വാലില്ല. അപ്പോ അവസരങ്ങൾ കിട്ടുമ്പോ അത് ശരിയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് എന്ത് കിട്ടുള്ളൂ? പെണ്ണ് കിട്ടുള്ളൂ. അതേപോലെയാണ് RCMല് ഓഫറുകൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്ക് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനെ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ. ഈ സെഷൻ ഓൾറെഡി നമ്മുടെ കേരളത്തിലെ എന്താ പറയുക പ്രൈഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ ഒരുപാട് വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് ഓൾറെഡി ഈ സെഷൻ എടുത്തു കഴിഞ്ഞതാണ്, പലവട്ടമായിട്ട് ഈ ഓഫറുകൾ പറഞ്ഞതാണ്. അപ്പൊ വെൽക്കം ടു RCM വേൾഡ് അല്ലെ. നമ്മളെല്ലാവരും RCM എന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പോ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാവാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിസ്റ്റം തരുന്ന അവസരങ്ങളുടെ ഒരു ഭാഗമാവാന്നും കൂടിയാണ്. ആ അവസരം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വളരുമ്പോഴേ ഈ പ്രസ്ഥാനം വളരൂ, അല്ലാതെ ഈ പ്രസ്ഥാനത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കല്ല. നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമം. അതിനെ സഹായിക്കുന്ന ഒരുപാട് ഓഫറുകൾ കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഓഫറാണ് നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ ഓഫർ.
ഗുഡ് ഡോട്ടിന്റെ ഓഫർ നമുക്ക് ആദ്യം നവംബർ വരെ ആയിരുന്നു, അതായത് നവംബർ 1 തൊട്ട് നവംബർ 30 വരെ ആയിരുന്നു. പക്ഷെ കമ്പനി വിചാരിച്ചു അതല്ല, കേരളത്തിലെ ജനങ്ങൾ അതിനേക്കാളും കൂടുതൽ അർഹതപ്പെടുന്നുണ്ട്, അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഗുഡ് ഡോട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വേറെ ആർക്ക് ഈ ഓഫർ കൊടുത്തില്ലെങ്കിലും ഇവർക്ക് ഈ ഓഫർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കമ്പനി എന്ത് ചെയ്തു, അവര് ആ ഓഫറിന്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്തു. നവംബർ 1 തൊട്ട് ഡിസംബർ 31 വരെ എന്താക്കി, ആ ഓഫറിന്റെ കാലാവധി കൂട്ടി. 2 മാസത്തെ കമ്പൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ PV അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഇവിടെ നിങ്ങൾക്ക് ട്രോഫീസും സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ന് ദിവസം 29 ഇനിയും 2 ദിവസം നമുക്ക് ബാക്കിയുണ്ട്. നവംബർ 1 തുടങ്ങി 31 വരെ നിങ്ങൾ RCM ബിസിനസ്സിൽ ഗുഡ് ഡോട്ടിന്റെ ചെയ്ത എല്ലാ PVകളും ഈ ഒരു കമ്പൈൻ ടാർഗറ്റിൽ കൂട്ടും. ഈ 2 മാസത്തെ ടാർഗറ്റ് ആയിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതില് ഡിജിറ്റൽ സെലിബ്രേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വീക്ക്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും. ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6-ാം തീയതി, 13-ാം തീയതി, 20-ാം തീയതി, 27-ാം തീയതി വരെ ഡിജിറ്റൽ സെലിബ്രേഷൻ നടന്നു. വീക്ക്ലി 500 PV സെൽഫ് IDയിൽ ഗുഡ് ഡോട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു സെലിബ്രേഷൻ ആണ്. അതിന്റെ ലിങ്ക് നമുക്ക് KK രഘു, അതായത് ഗുഡ് ഡോട്ടിന്റെ നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നമ്മുടെ രഘു സാറ്, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിന്റെ ലിങ്കുകളും അതിന്റെ പുതിയ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. അത് ശരിയായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ 500 PV ചെയ്തതായിട്ട് അതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഡിജിറ്റൽ സെലിബ്രേഷന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതായിട്ട് കമ്പനി അവിടെ നിങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. എവിടെ അംഗീകരിക്കുക? സൂം പ്ലാറ്റ്ഫോമിലാണ് അംഗീകരിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും 6-ാം തീയതി, 13-ാം തീയതി, 20-ാം തീയതി, 25-ാം തീയതി അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി അടുത്ത ഡിജിറ്റൽ സെലിബ്രേഷൻ വരുന്നത് ജനുവരി 3-ാം തീയതിയാണ് നമുക്ക് വരുന്നത്. അപ്പൊ വീക്ക്ലി 500 PV എല്ലാ ആഴ്ചകളിലും ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ ലിങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ആ ലിങ്ക് നമുക്ക് രഘു സാറ് എല്ലാ വട്ടവും ഗ്രൂപ്പുകളിൽ ഇട്ട് തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്, 92 50 93 98 85. ഒരിക്കൽ കൂടി പറയാം, 9250939885. ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിൽ ഗുഡ് ഡോട്ടിന്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അതിൽ ഗുഡ് ഡോട്ടിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും, നമ്മുടെ ഇന്ത്യ ലെറ്റ്സ് കുക്ക് പ്രോഗ്രാമിന്റെ ആയിക്കോട്ടെ, നമ്മുടെ ഡിജിറ്റൽ സെലിബ്രേഷന്റെ ആയിക്കോട്ടെ, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ആ ചാനലിലൂടെ കിട്ടും. സാധാരണഗതിയിൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും ഒരു 10 ഗ്രൂപ്പിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ 10 ഗ്രൂപ്പുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലിങ്കുകൾ ഈ ഗ്രൂപ്പിൽ ഇടുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാൻ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു ഗുഡ് ഡോട്ട് ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഗുഡ് ഡോട്ട് ചാനലിന്റെ ഭാഗമാവുക. ഈ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ ആ ചാനലിലേക്കുള്ള ലിങ്ക് കിട്ടും. ആ ചാനലിൽ പോവുക. നിങ്ങൾ ഈ 500 PV എല്ലാ വീക്കും ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഗുഡ് ഡോട്ടിന്റെ ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾക്ക് 500 PV ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ജനുവരി 3-ാം തീയതി 2025 ഡിജിറ്റൽ സെലിബ്രേഷൻ വെള്ളിയാഴ്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, നവംബർ 1 തൊട്ട് ഡിസംബർ 31 വരെയുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ടാർഗറ്റുകൾ നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. 500 PV ഓൺ ഗുഡ് ഡോട്ട് പ്രൊഡക്ട്സ്, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിജിറ്റൽ സെലിബ്രേഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 500 PV വീക്കിലി നമ്മൾ ചെയ്യേണ്ട ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിജിറ്റൽ സെലിബ്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. യെസ്. ഇനി ഫിസിക്കൽ സെലിബ്രേഷൻ ടാർഗറ്റ് ഫോർ കേരള. ഫിസിക്കൽ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കയ്യോടെ കിട്ടും. മറ്റേത് നമ്മൾ ഡിജിറ്റലി ആണ് ചെയ്തുകൊണ്ടിരുന്നത്, വീക്കിലി ആണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഫിസിക്കൽ സെലിബ്രേഷനിൽ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. 2000 PV, അതായത് നവംബർ 1 തൊട്ട് ഡിസംബർ 31 വരെ 2000 PV ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, സെൽഫ് IDയിൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് ആ പ്രോഗ്രാമിലേക്ക് ഫ്രീ എൻട്രി പ്ലസ് സർട്ടിഫിക്കറ്റ് പ്ലസ് ഗുഡ് ഡോട്ട് ഫുഡ് കിട്ടും. അത് ഈ കേരളത്തിലെ പല ജില്ലകളിലായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെ പല ജില്ലകളിലായിട്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി അതിന്റെ ഡേറ്റുകൾ വരും. ഇപ്പൊ കൺഫേം ആയിട്ടില്ല, പക്ഷെ ഡേറ്റുകൾ ഉടനടി വരും. അവിടെ ഈവന്റ്, നിങ്ങളുടെ ഏതെടുത്താണോ ഈവന്റ് വരുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. 2000 PV ഈ 2 മാസത്തിനുള്ളിൽ ചെയ്ത ആൾക്കാർക്ക് ഫ്രീ എൻട്രി ആണ് ആ പ്രോഗ്രാമിന്. നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഗുഡ് ഡോട്ടിന്റെ ഫുഡ് കമ്പനിക്കാർ തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് ആയിരിക്കും. 5000 PV ആണ് നിങ്ങൾ നവംബർ 1 തൊട്ട് ഡിസംബർ 31 ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ഫ്രീ എൻട്രി കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും, അവിടെ സെലിബ്രേഷൻ ആഘോഷം ഉണ്ടായിരിക്കും, ഗുഡ് ഡോട്ട് ഫുഡ് ഉണ്ടായിരിക്കും, പ്ലസ് എന്തുണ്ടാവും, ട്രോഫി കിട്ടും നിങ്ങൾക്ക്. ഇത് ചെയ്തതിനുള്ള ട്രോഫി പ്ലസ് അവിടെ എന്തുണ്ടാവും, നിങ്ങൾക്ക് ലക്കി ഡ്രോയിലേക്കുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ വട്ടം ലക്കി ഡ്രോയിൽ കുക്കർ അടിച്ച ആളാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്ര നേരം എന്ന് സംസാരിക്കുന്നത്. ഓക്കെ, സോ ആ ഭാഗ്യവാൻ നിങ്ങളിൽ ആര് വേണമെങ്കിലും ആവാം, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ 5000 PV ഈ 2 മാസത്തെ കമ്പൈൻ, നവംബർ ഡിസംബർ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഗുഡ് ഡോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
കിട്ടുന്നതായിരിക്കും. അത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എവിടെയാണോ എടുത്തു വരുന്നത്, തൃശ്ശൂര് നിങ്ങൾ ചാലക്കുടി ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ വരുന്നത് അവിടെ പോവുക. നിങ്ങൾ കണ്ണൂരാണോ കാസർഗോഡാണോ കോഴിക്കോടാണോ എവിടെയാണ് ഈ ഇവന്റ് വരുന്നത് വെച്ചാൽ അവിടെ പോവുക. ഓക്കെ. ഇനി 10,000 PV ആണ് നിങ്ങൾ ഈ 2 മാസവും സെൽഫ് ഐഡിയിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ എൻട്രി, സർട്ടിഫിക്കറ്റ്, സെലിബ്രേഷൻ, ഗുഡ് ഡോട്ട് ഫുഡ്, ട്രോഫി, ലക്കി ഡ്രോ എലിജിബിലിറ്റി. അപ്പൊ 5,000 ചെയ്യുന്ന ആൾക്കാർക്ക് 10,000 PV ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുവരെ സെയിം ആണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. 10,000 PV ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് ഡോട്ടിന് എന്ത് കിട്ടും? ഒരു വേസ്റ്റ് കോട്ട് കിട്ടും. അതായത് നമുക്ക് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ഒരു വേസ്റ്റ് കോട്ട്, അതുപോലെ ഒരു വേസ്റ്റ് കോട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാചക ഷോ, ഗുഡ് ഡോട്ടിന്റെ തന്നെ ഒരു പാചക ഷോ നിങ്ങൾക്കായിട്ട് തന്നെ റെക്കോർഡിംഗിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമായിരിക്കുന്നു മാത്രമല്ല, ഇതിലെ പല റെസിപ്പീസ് ട്രൈ ചെയ്യാനും അതൊരു ഹെൽപ്പും കൂടി ആയിട്ട് മാറും. സോ 10,000 PV ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അപ്പൊ ഇതാണ് ഗുഡ് ഡോട്ടിന്റെ നമ്മൾ ഇതുവരെ കേട്ട ഓഫറുകളെല്ലാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം 31 വരെയാണ് ഇതിന് എല്ലാത്തിനും എലിജിബിലിറ്റി ഉള്ളത്. ഇനിയും 2 ദിവസമുണ്ട്. നിങ്ങളുടെ ടീമിൽ ഗുഡ് ഡോട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോ ചില ആൾക്കാർ ചിലപ്പോൾ ഒരു 8,000 ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അവരോട് എന്ത് പറയാ, ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു 2,000 PV കൂടി, അതായത് അടുത്ത മാസത്തെ കുറച്ച് നൂഡിൽസോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ബൈറ്റ്സോ എക്സസ് ആയിട്ട് മേടിച്ച് വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ടാർഗറ്റ് അച്ചീവ് ആവും. ചില ആൾക്കാർ എന്തുണ്ടാവും, അവർ ചിലപ്പോൾ ഒരു 2,500 അല്ലെങ്കിൽ 3,000 ചെയ്തിട്ടുണ്ടാവും. അവരോട് 5,000 PVയുടെ എന്ത് കിട്ടും എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുക. 2,000 ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഒരു 1,000 ചെയ്ത ആൾക്കാരുണ്ട്, അവരോട് ഒരു 1,000 കൂടി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിസ്സാര ഒരു PVക്ക് ആയിരിക്കും ഇതൊക്കെ നഷ്ടപ്പെടുക. അപ്പൊ ഈ 2 ദിവസം 29 കഴിഞ്ഞു, 30, 31 നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ ബാക്ക് ആണ്. നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാർ ഈ ഓഫറിന് എലിജിബിലിറ്റി നേടാനുള്ള ഒരു മാർജിൻ എത്രയാണ്, ആ മാർജിൻ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണോ, അവരെ അച്ചീവ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നതാണോ, ഇത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് അവരിലേക്ക് ഈ ആശയത്തെ എത്തിക്കുക. ഗുഡ് ഡോട്ടിന്റെ വേദികൾ നിറഞ്ഞൊഴുകട്ടെ, അവിടെ കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടട്ടെ, കൂടുതൽ ട്രോഫികൾ കിട്ടട്ടെ, കൂടുതൽ വേസ്റ്റ് കോട്ടിന് അർഹതപ്പെടുന്ന ആൾക്കാരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതെല്ലാത്തിനും കൂടി എന്ത് സംഭവിക്കും? PV ജനറേഷനും നടക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10,000 PV ചെയ്യുന്ന ഒരു 10 പേര് വന്നാൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും എത്ര വലിയൊരു PV ജനറേഷൻ നടക്കുന്നുള്ളത് ഒരു മാസം തന്നെ. അപ്പൊ ഇതൊക്കെ ഓഫറുകൾ അൾട്ടിമേറ്റ്ലി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബിസിനസ്സിൽ PV ജനറേഷനും കൂടി വേണ്ടിയിട്ടാണെന്നത് കൂടി ഓർത്തിട്ട് വേണം നമ്മൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇതിലെ കറക്റ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ഗുഡ് ഡോട്ട് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് ന്യൂട്രി ചാർജ്. ഇത് ഒരിക്കലും ഒരു കമ്പനി ഓഫർ അല്ല. ഇത് പല സ്ഥലങ്ങളിലായിട്ട് അതാത് ഏരിയകളിലുള്ള ലീഡർമാർ സ്പെഷ്യലി കൊടുക്കുന്ന ഓഫറുകളാണ്. 5 ന്യൂട്രി ചാർജ് വുമൺ സെൽഫ് ഐഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ലക്കി ഡ്രോയില് അവർക്ക് ഒരു അവസരമുണ്ട്. അവർ 10 ന്യൂട്രി ചാർജ് വുമൺ സെൽഫ് ഐഡിയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 2 അവസരം കിട്ടും. 15 ന്യൂട്രി ചാർജ് വുമൺ സെൽഫ് ഐഡിയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ഒരു 3 അവസരം കിട്ടും. അങ്ങനെ 5 വെച്ചിട്ട് അവർക്ക് അവസരങ്ങൾ കൂടി കൂടി വരും. ഈ അവസരം 2024 ഡിസംബർ 1 മുതൽ 31 വരെ. അപ്പൊ ഇനിയും 2 ദിവസം ഉണ്ട്. ഇത് കമ്പനി ഓഫർ അല്ല. നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇപ്പൊ ഇവിടെ ഡോക്ടർ രാജൻ സാർ അങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. 10 പേർക്ക് ഗോൾഡ് കോയിൻ, 10 പേർക്ക് ലക്കി ഡ്രോയിൽ വരുന്ന 10 പേർക്ക് ഗോൾഡ് കോയിൻ. അതേപോലെ തന്നെ ന്യൂട്രി ചാർജ് വുമൺ ഏറ്റവും കൂടുതൽ സെൽഫ് ഐഡിയിൽ ചെയ്യുന്ന ആൾക്ക് ഒരു സെപ്പറേറ്റ് ഗോൾഡ് കോയിൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് സുജിത് സാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല ഏരിയകളിലായിട്ട് ഇഷ്ടം പോലെ നമ്മുടെ മുതിർന്ന ലീഡേഴ്സ് ഇത്തരത്തിൽ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഓഫറിന്റെ ഭാഗമാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഈ ഓഫറിൽ നിങ്ങൾ പങ്കെടുക്കണ്ടോ ചിന്തിക്കുക. ചിലപ്പോൾ ആ ഭാഗ്യവാൻ നിങ്ങളിൽ ഏതെങ്കിലും ഒരാളായിട്ട് മാറും. അപ്പൊ അത് മിസ്സാക്കാതിരിക്കുക. ഇത്തരത്തിൽ ഓഫറുകൾ നമ്മുടെ ബിസിനസ് കൂട്ടാനും ന്യൂട്രി ചാർജ് വുമൺ, അതായത് നമുക്കറിയാം മിഷൻ 15 crore എന്നുള്ള ഈ ഒരു പദ്ധതി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒരു പ്രചോദനം കൂടി നൽകുന്ന ഓഫറാണ് ഈ വീണ്ടും സ്വർണ്ണമഴ എന്നുള്ള ഈ ഒരു ഓഫർ. ഓക്കെ, സോ ശ്രദ്ധിക്കുക, അത് ഡിസംബർ 1 മുതൽ 31 വരെ മാത്രമാണ്. ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് PV തരുന്ന ഒരു മേഖലയാണ് ന്യൂട്രി ചാർജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഏരിയയും കൂടിയാണ് ന്യൂട്രി ചാർജിന്റെ ഓഫറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് ഞാൻ പോകുന്നുള്ളൂ. സ്പീഡിൽ ഒന്നും പോകുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചിട്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, സോ ന്യൂട്രി ചാർജ് നമുക്ക് തരുന്ന ബിഗ്ഗസ്റ്റ് ഈവന്റ് ആണ് ഏപ്രിൽ 2025 വരുന്നത്. അതിൽ പങ്കെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് എ ഗ്രാൻഡ് ആനുവൽ സെലിബ്രേഷൻ ഓഫ് ന്യൂട്രി ചാർജ് വീർ ആൻഡ് വീരാംഗന. വീർ ആൻഡ് വീരാംഗനയിൽ ഭാഗമായ വ്യക്തികൾക്കും അല്ലാത്തവർക്കും അതിൽ പങ്കെടുക്കാം. അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണ്, എന്ത് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവാം. സോ എന്താണ് മിഷൻ 15 crore എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ 15 കോടി ജനങ്ങളിലേക്ക്, സ്ത്രീകളിലേക്ക് ഈ ഒരു ആശയത്തെ എത്തിക്കുക എന്നുള്ളതാണ്. ന്യൂട്രി ചാർജ് വുമൺ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഓരോ വീടുകളിലേക്ക് എത്തിച്ച് അവരെ ആരോഗ്യവതികളും അതേപോലെ തന്നെ കൂടുതൽ ആരോഗ്യവതികളെ സൃഷ്ടിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കാനും ഇതിലൂടെ നമുക്ക് സഹായിക്കണം. അതാണ് മിഷൻ 15 crore എന്നുള്ള ഈ ഒരു പദ്ധതി. അതിന്റെ ഒരു മെഗാ സെലിബ്രേഷൻ ആണ് ഏപ്രിൽ 2025 നടക്കാൻ പോകുന്നത്. സോ
ഡിസംബർ 1 മുതൽ 31 മാർച്ച് വരെ. ഇതിപ്പോ ഡിസംബർ 1 മുതൽ നമ്മൾ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മാസം തൊട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ ഭാഗമാവാൻ സാധിക്കും. ആക്ച്വൽ ഓഫർ എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് മാർച്ച് 31 വരെയുള്ള ഈ 6 മാസത്തെ കാൽക്കുലേഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഓരോ മാസവും നിങ്ങൾ 5 5 5 5 5 ന്യൂട്രി ചാർജ് വെച്ച് ചെയ്യുകയും ടോട്ടൽ 30 ന്യൂട്രി ചാർജ് വരികയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഓഫറിന് എലിജിബിൾ ആണ്. നിങ്ങൾക്കൊരു സിംഗിൾ എൻട്രി കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ന്യൂട്രി ചാർജ് 5 വുമൺ എന്ത് ചെയ്യുക, ബില്ല് ചെയ്യുക. ബില്ല് ചെയ്തിട്ട് വീരാംഗനയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണ്ടിന്യൂറ്റിയിൽ 6 മാസം പോയിട്ട് 30 ടോട്ടൽ ന്യൂട്രി ചാർജ് വുമൺ നിങ്ങൾ ഈ ഒരു ഒക്ടോബർ 1 തൊട്ട് ഡിസംബർ 24 വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്കൊരു സിംഗിൾ എൻട്രി കിട്ടും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ബാഡ്ജ് കിട്ടും, സാഷെ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ മുംബൈയിലുള്ള ഈവന്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ ഈ മാസമാണ് വന്നത്, നിങ്ങൾ ഡിസംബറിലാണ് വന്നതെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഡിസംബറിൽ 5 എണ്ണം ചെയ്യുക. ഇനിയും 2 ദിവസം സമയമുണ്ട്. ഡിസംബർ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പുതിയ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ 5 എണ്ണം ചെയ്യുക. വീരാംഗനയിൽ രജിസ്റ്റർ ചെയ്യുക. ജനുവരിയിൽ 5, ഫെബ്രുവരിയിൽ 5, മാർച്ച് 5, ടോട്ടൽ നിങ്ങൾ 30 ചെയ്താൽ മതി. ടോട്ടൽ 30 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ജനുവരിയിൽ ഒരു 10 എണ്ണം ചെയ്തോ കുഴപ്പമില്ല. നിങ്ങൾ ഫെബ്രുവരിയിലും ഒരു 10 എണ്ണം ചെയ്തോ, അപ്പൊ കണക്ക് റെഡിയാവും. ബട്ട് മിനിമം കണ്ടീഷൻ ഈസ് ദാറ്റ് എല്ലാ മാസവും 5 5 മുകളിലോ നിങ്ങൾ ചെയ്തിരിക്കണം. സോ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിത്ത് വീരാംഗന എൻട്രി നിങ്ങൾക്ക് സിംഗിൾ എൻട്രി അവിടെ കിട്ടും. നിങ്ങൾ ഒരാൾക്കേ പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അവിടെ ബാഡ്ജ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സാഷ്, ഇങ്ങനെ ഇടുന്ന ഒരു സാഷ് കിട്ടും. ഇനി സപ്പോസ് നിങ്ങൾ വീരാംഗനയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, നിങ്ങൾ ഒക്ടോബർ തൊട്ട് ഈ 31 തീയതി വരെ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂട്രി ചാർജ് വുമൺ വായിക്കുന്ന ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടി നിങ്ങൾ നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് സിംഗിൾ എൻട്രി കിട്ടും. പക്ഷെ എന്ത് കിട്ടില്ല? നിങ്ങൾക്ക് ബാക്കിയുള്ള ആനുകൂല്യങ്ങളോ റെക്കഗ്നീഷനോ ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് മുംബൈ പോവാം, അവിടെ ആ ഈവന്റിൽ പങ്കെടുക്കാം. പക്ഷെ നിങ്ങൾക്ക് അവിടെ ബാഡ്ജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഷോ കിട്ടില്ല. കാരണം നിങ്ങൾ വീരാംഗനയിൽ രജിസ്റ്റേർഡ് അല്ല. ഇത് രജിസ്റ്റേർഡ് ആയ ആൾക്കാർക്കാണ് അവിടെ ചെന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക. അതല്ല, നിങ്ങൾ എന്താ പറയുക, ഡിസംബറിൽ ഈ ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് വന്നു, നിങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ വീരാംഗനയുടെ പാർട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ബൈ മാർച്ചിനുള്ളിൽ 30 പീസ് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ സെൽഫ് ഐ ഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിംഗിൾ എൻട്രി ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അവിടെ പരിപാടി അറ്റൻഡ് ചെയ്യാം. പക്ഷെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ വേറെ റെക്കഗ്നീഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവില്ല. കണ്ടീഷൻ ഇത്ര മാൻഡേറ്ററി 5 പീസ് എല്ലാ മാസവും നമ്മൾ ചെയ്തിരിക്കണം. ടോട്ടൽ 30 വരണം. സോ ഇതാണ് ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞ കപ്പിൾ എൻട്രി ആണ്. കപ്പിൾ എൻട്രിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മിനിമം 5 തന്നെയാണ് കണക്ക്. 5 ന്യൂട്രി ചാർജ് വുമൺ സെൽഫ് ഐ ഡിയിൽ നമ്മൾ ബില്ല് ചെയ്യണം. എന്നിട്ട് വീരാംഗനയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പുകളിലും ലഭിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മൂർത്തി സാർ, ഇന്നും കൂടി മൂർത്തി സാർ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോവുക. നിങ്ങൾ വീരാംഗനയാണോ സെലക്ട് ചെയ്തതിന് ശേഷം മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. എത്ര ന്യൂട്രി ചാർജ് വുമൺ നിങ്ങൾ സെയിൽ ചെയ്തു, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. 5 ആണോ അല്ലെങ്കിൽ 5 തൊട്ട് 10 ആണോ 10 തൊട്ട് 15 ആണോ എന്നുള്ളത് നമ്മൾ അവിടെ കൊടുത്തതിന് ശേഷം ഇമെയിൽ ഐ ഡി, പേര്, നിങ്ങളുടെ RCM ID അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഒക്ടോബർ തൊട്ട് മാർച്ച് 31-നുള്ളിൽ 60 പീസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് എന്ത് കിട്ടും? കപ്പിൾ എൻട്രി കിട്ടും. നിങ്ങൾക്ക് പ്ലസ് ഒരാളെയും കൂടിയും കൊണ്ടുപോവാം. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് അവിടെ ബാഡ്ജ് കിട്ടും, സാഷെ കിട്ടും. പിന്നെന്താണ്, ന്യൂട്രി ചാർജ് വീരാംഗനയ്ക്ക് ഇതുപോലെ ഒരു വേസ്റ്റ് കോട്ട് കിട്ടും. അതായത് കൈയില്ലാത്തൊരു കോട്ട് ഇതുപോലത്തെ കിട്ടും. ഇനി നിങ്ങൾ ഡിസംബറിലാണ് വന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ മാസം 5 എണ്ണം ചെയ്യുക. ജനുവരിയിൽ 5, അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കൂട്ടി ചെയ്യുക, 20 25 ചെയ്യുക. ഓക്കെ, ടോട്ടൽ ഇത്ര കണ്ടീഷനുള്ളൂ. ടോട്ടൽ 60 വരണം. എല്ലാ മാസവും 5 നിങ്ങൾ മിനിമം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. ഇനി വീരാംഗനയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല, കാഷ്വലി നിങ്ങൾ സെയിൽസും കാര്യങ്ങളും ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, ഈ 3 മാസം കൊണ്ട് നിങ്ങൾ 60 പീസ് സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കപ്പിൾ എൻട്രി അവിടെ കിട്ടും. പക്ഷെ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് അവിടെ ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ വീരാംഗന ബാഡ്ജോ അല്ലെങ്കിൽ സാഷോ അല്ലെങ്കിൽ വേസ്റ്റ് കോട്ട് ഒന്നും കിട്ടില്ല. ഇത് വീരാംഗനയ്ക്ക് എക്സ്ക്ലൂസീവ്ലി ആണ് ഈ റെക്കഗ്നിഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗം നിങ്ങൾക്കാവാം. നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. 5 ന്യൂട്രി ചാർജ് വുമൺ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ആർക്ക് വേണമെങ്കിലും വീരാംഗനയിലോ രജിസ്റ്റർ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ എൻട്രി കിട്ടാൻ വേണ്ടി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 60 ന്യൂട്രി ചാർജ് വുമൺ നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ ചെയ്താൽ മതി. പ്രൊവൈഡഡ് എല്ലാ മാസവും 5 മിനിമം വേണം. ടോട്ടല് 60 വരണം ഫോർ കപ്പിൾ എൻട്രി. ഇനി അടുത്തതാണ് എന്താ, ന്യൂട്രി ചാർജ് വുമൺ 100 പീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒക്ടോബർ തൊട്ട് ഡിസംബർ അല്ലെങ്കിൽ ഒക്ടോബർ തൊട്ട് മാർച്ച് അല്ലെങ്കിൽ ഡിസംബർ തൊട്ട് മാർച്ചിനുള്ളിൽ നിങ്ങൾ 100 പീസ് ചെയ്യുകയാണ്. പ്രൊവൈഡഡ് എന്താണ്, മന്ത്ലി 15 പീസെങ്കിലും നിങ്ങൾ ചെയ്യണം. നേരത്തെ കേസിൽ 5 പീസായിരുന്നു കണക്ക്. ഇവിടെ അങ്ങനെയല്ല,
15 ആ രീതിയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ടോട്ടൽ എന്ത് വരണം? 100 പീസ് വരണം. ഇവിടെ നേരത്തെ പറഞ്ഞ ഓഫർ അപ്ലിക്കബിൾ അല്ല. വീർ വീരാങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കപ്പിൾ എൻട്രി കിട്ടുകയുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റാൾവേർഡ് എന്ന് പറഞ്ഞ ട്രോഫി, വീർ വീരാങ്കന ബാഡ്ജ് ആൻഡ് സാഷെ, വീർ വീരാങ്കന ബ്ലേസർ. നേരത്തെ നമുക്ക് വേസ്റ്റ് ഹാഫ് കോട്ടാണ് കിട്ടിയത്, ഇവിടെ നമുക്ക് ഫുൾ കോട്ടാണ് കിട്ടുന്നത്. നമുക്കറിയാം നമ്മുടെ സുരേഷ് സാറൊക്കെ ഈ കോട്ട് ഇട്ടിട്ടാണ് വരാറ് അല്ലെ. അപ്പൊ അതേപോലെ നമ്മൾ ന്യൂട്രി ചാർജിന്റെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ, നമ്മൾ ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങളെ പറ്റി പറയാൻ പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി അത് കമ്പനിയുടെ ഒരു ആളാന്നുള്ള ഒരു ഫീല് വരും. ഒപ്പം തന്നെ ഒരു ബാഡ്ജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു അംഗീകാരമാണ്. നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള നമുക്ക് തരുന്ന ഒരു ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇത് പരമാവധി നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. മന്ത്ലി എന്ത് വേണം? 15 ന്യൂട്രി ചാർജ് വുമൺ നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ വേണം. ടോട്ടലി വരുമ്പോൾ എന്ത് വേണം? 100 പീസ് ടോട്ടൽ വേണം. അത് ഏത് വരെ? മാർച്ച് 31 വരെ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കപ്പിൾ എൻട്രി കിട്ടും. നിങ്ങൾക്ക് ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആർക്ക് വേണമെങ്കിലും പോകാം. കപ്പിൾ എൻട്രി ആണ്. ഓക്കെ, 2 പേരൊക്കെ പോകാൻ പറ്റൂ. നിങ്ങൾക്ക് അവിടെ ഒരു ട്രോഫി കിട്ടും, വീർ ആൻഡ് വീരാങ്കന ബാഡ്ജ് കിട്ടും, സാഷ് കിട്ടും, ഒപ്പം തന്നെ എന്താണ് വീരാങ്കന വീർ ബ്ലേസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് 300 ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച്. 300 ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടും? അവരെ സംബന്ധിച്ച് അവർക്ക് ന്യൂട്രി ചാർജ് വുമൺ ഒരു ടോപ്പർ ട്രോഫി കിട്ടും, പ്ലസ് എന്ത് കിട്ടും? ഒരു ഷീൽഡ് കിട്ടും. സോറി, 200 ഞാൻ വിട്ടുപോയി. 200 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കപ്പിൾ എൻട്രി കിട്ടും. അതും ഈ പറഞ്ഞ പോലെ ഒക്ടോബർ ടു മാർച്ച്, ഡിസംബർ ടു മാർച്ച്, നിങ്ങൾ എപ്പോഴാണോ ഈ സിസ്റ്റത്തിലേക്ക് വരുന്നത് അന്ന് തൊട്ട് നിങ്ങൾ മിനിമം, ഇവിടുത്തെ കേസിൽ എന്താണ്, 25 പെർ മന്ത് ചെയ്യണം. എ മിനിമം ഓഫ് 25 പീസസ് പെർ മന്ത് ഈസ് മാൻഡേറ്ററി. സെൽഫ് ഐ ഡിയിൽ 25 എണ്ണം ചെയ്യുകയും ടോട്ടൽ 200 പീസേക്കും വരികയും ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും? ന്യൂട്രി ചാർജ് വുമൺ ചാമ്പ്യൻ ട്രോഫി കിട്ടും, വീർ വീരാങ്കന ബാഡ്ജ് ആൻഡ് സാഷ് കിട്ടും, ബ്ലേസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തോന്നും, അല്ല ഇതിപ്പോ 100 ചെയ്യുന്ന ആൾക്കും 200 ചെയ്യുന്ന ആൾക്കും സെയിം അല്ലേ എന്നുള്ളത്. വ്യത്യാസമുണ്ട്. കാരണം 100 ചെയ്യുന്ന ആളെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ വിളിക്കുക ന്യൂട്രി ചാർജ് സ്റ്റാൾവേർട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സ്റ്റാൾവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊസിഷനിൽ, ഒരു ഏരിയയിലെ ഏറ്റവും എന്താ പറയുക അഗ്രകണ്യനായ ഒരാൾ എന്നുള്ളതാണ് സ്റ്റാൾവേർട്ടിന്റെ അർത്ഥം. അപ്പൊ അവരെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കുക. ഇപ്പൊ ഇവിടെ നമ്മുടെ ജാനകി മാഡം ഒക്കെ ഉണ്ട് അല്ലെ. ഞാൻ ഈ സൂമിന്റെ പ്രോഗ്രാം ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഒരു മുഖം എന്ന് പറയുന്നത് ജാനകി മാഡത്തിന്റെയാണ്. അപ്പൊ ജാനകി മാഡത്തിന്റെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കുക? ന്യൂട്രി ചാർജ് സ്റ്റാൾവേർട്ട് ജാനകി മാഡം ഓൺ സ്റ്റേജ് എന്ന് പറയാ. വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ 200 ആണ് ചെയ്യുന്നതെങ്കിൽ ന്യൂട്രി ചാർജ് ചാമ്പ്യൻ ജാനകി മാഡം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ട്രോഫി നിങ്ങളുടെ സർനെയിമായിട്ട് മാറും. സർനെയിം അല്ല, പ്രിഫിക്സ് ആയിട്ട് മാറും. നിങ്ങൾ വിളിക്കുന്നത് അങ്ങനെ വിളിക്കേനി ഇത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ അവിടെ ന്യൂട്രി ചാർജ് വീരൻ, വീരാങ്കന ബാഡ്ജ് ആൻഡ് സാഷെ, ബ്ലേസർ അതൊക്കെ സെയിം ആണ്. പക്ഷെ ട്രോഫിയിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ 200 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചാമ്പ്യൻ ട്രോഫിയാണ് കിട്ടുക. നിങ്ങൾ 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാൾവേർട്ട് ട്രോഫി കിട്ടുക. ഇനി നിങ്ങൾ 300 ആണ് ചെയ്യുന്നെങ്കിൽ 300 ചെയ്യാൻ പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. പെർ മന്ത് എന്താവണം? മിനിമം 50 പീസെങ്കിലും സെൽഫ് ഐ ഡിയിൽ നിങ്ങൾ ചെയ്തിരിക്കണം. പെർ മന്ത് 50 പീസെങ്കിലും സെൽഫ് ഐ ഡിയിൽ ചെയ്യണം. ടോട്ടൽ എത്ര വരണം? 300 പീസ് വരണം. അവർക്കും കപ്പിൾ എൻട്രി തന്നെയാണ്. പക്ഷെ അവർക്ക് എന്താണ്? ഒരു ഷീൽഡും കിട്ടും, ഒരു ട്രോഫിയും കിട്ടും, പിന്നെ യൂണീക്ക് ആയിട്ട് ഒരു റെക്കഗ്നീഷൻ സ്റ്റേജിൽ കിട്ടും. സെപ്പറേറ്റ് ആയിട്ട്, ഈ പറഞ്ഞ റെക്കഗ്നീഷൻ അല്ലാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റെക്കഗ്നീഷൻ അവർക്ക് സ്റ്റേജിൽ കിട്ടും. പ്ലസ് ന്യൂട്രി ചാർജ് വീരൻ, വീരാങ്കന, ബ്ലേസർ അവരെ സംബന്ധിച്ച് കിട്ടും. ഇതാണ് 300 പീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മിഷൻ 15 ക്രോർ വേരിയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. മിഷൻ 50 ക്രോർ വാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൗത്യം ഏറ്റെടുത്ത് അതിനുവേണ്ടി പോരാടുന്ന ഒരാളെയാണ് വാരിയർ എന്ന് പറയുക. അപ്പൊ ഇവിടെ നമുക്കത് ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഡിസംബർ തൊട്ട് നമ്മുടെ മാർച്ചിനുള്ളിൽ നമ്മൾ 10 അസോസിയേറ്റ് ബയേഴ്സിനെ കണ്ടെത്തുക. എന്നിട്ട് അവരുടെ കേസിൽ ഒരു മിനി ക്ലിനിക്കൽ ട്രയൽ നടത്തുക. മിനി ക്ലിനിക്കൽ ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രി ചാർജ് വുമൺ അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ന്യൂട്രി ചാർജ് വുമൺ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഉണ്ടായ റിസൾട്ട്. ഓക്കെ, ആദ്യം അവരുടെ ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യാൻ പറയും. ഇത് കഴിക്കുന്നേക്കാളും മുന്നേ അവരുടെ ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം, നോക്കിയതിന് ശേഷം, ഇതൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചതിന് ശേഷം അവർക്ക് ഉണ്ടാവുന്ന ഒരു റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഒരു 2 മിനിറ്റിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഈ പറഞ്ഞ ന്യൂട്രിചാർജിന്റെ മിഷൻ 15 ക്രോർ വേരിയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. ക്ലിനിക്കൽ ട്രയൽസ് നമ്മൾ തന്നെ നടത്താണ്. സാധാരണ ഇത് ലാബും വലിയ വലിയ കമ്പനികളാണ് നടത്തുക. ഇവിടെ ന്യൂട്രിചാർജ് നമ്മളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ക്ലിനിക്കൽ ട്രയൽ നടത്തൂ. നിങ്ങൾ ഒരാളെ, ഇപ്പൊ ഇത് ഡിസംബർ മാസമാണല്ലോ, ഇനിയും നമുക്ക് സമയമുണ്ട്. അവർക്ക് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുന്നേക്കാളും മുന്നേ ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് റെക്കോർഡ് ചെയ്യുക. വുമൺ കൊടുത്തതിന് ശേഷം അവരുടെ ഉള്ളിലുണ്ടാവുന്ന മാറ്റത്തെ, മാർച്ച് 31 മാറ്റത്തെ റെക്കോർഡ് ചെയ്ത് അതിന്റെ ഒരു വീഡിയോ എന്ത് ചെയ്യുക? അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക ഇത് കഴിച്ചിട്ട് എന്ത് മാറ്റമുണ്ട്. ഇപ്പൊ ഇന്ന് ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ നമ്മൾ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ടുള്ള ഒരു മാഡത്തിന്റെ റിസൾട്ട് കണ്ടു. ഇതേപോലെ ഒരു 10 വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതൊരു സർട്ടിഫിക്കറ്റ് അല്ലേ, ഇതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ലാർജർ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് വീട്ടമ്മമാരാണ്, ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ മാനേജറോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഹെഡ് നേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺവിൻസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇത് ക്ലിനിക്കലി ട്രയലിൽ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിൽ ഡീൽ ചെയ്യുന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പേരുള്ള ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായതിന്. സോ ഐ ആം ആൻ അപ്രൂവ്ഡ് ന്യൂട്രീഷണൽ കൗൺസിലർ. ഇത് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് എന്താ ചോദിക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണിക്കുമെന്ന് ചോദിക്കുക, റൈറ്റ്? സോ അതേപോലെ തന്നെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റി കൂടുമ്പോൾ, എഡ്യൂക്കേഷൻ ലെവൽ കൂടുമ്പോൾ അവർ നിങ്ങളുടെ നിന്ന് സർട്ടിഫിക്കേഷൻ ചോദിക്കും. ആ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അതിനെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇതിന്റെ ഭാഗമാവാനും നമുക്ക് ഈസിലി സാധിക്കും. അത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടാർഗറ്റുകൾ 60 പീസ് 30 പീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഒരു 10 പേരെ തെരഞ്ഞെടുക്കുക. എന്നിട്ട് അവരുടെ റിസൾട്ടിന്റെ വീഡിയോ എടുത്തിട്ട് കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കമ്പനിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇതും നമുക്ക് എന്താണ് ഏപ്രിൽ 2025 നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിയെടുക്കാൻ സാധിക്കും. ഓക്കെ, പവർഫുൾ ട്രെയിനിങ് എന്താണ് അവിടെ സംഭവിക്കുക? അവിടെ നമുക്ക് ഉജ്വൽ പട്നിയുടെ ഒരു പവർഫുൾ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇറ്റ്സ് ആൻ എക്സലന്റ് സെഷൻ. കേൾക്കാത്തവർ നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒരു പവർ എന്താണ്, അദ്ദേഹത്തിന്റെ അറിവ് എന്താണ്, നിങ്ങൾക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് ഒരു ട്രെയിലറിനോ ടീസറിനോ രീതിയിൽ. സോ ദിസ് ഈസ് ന്യൂട്രിചാർജ് മെഗാ സെലിബ്രേഷൻ ഏപ്രിൽ 2025. എവിടെ വെച്ചിട്ടാണ്? മുംബൈയിൽ വെച്ചിട്ട്. ഓക്കെ, സോ ഇനി അത് മുംബൈയിൽ വെച്ചിട്ട് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താ, സൗത്ത് മഹോത്സവത്തിന് നിങ്ങൾ എലിജിബിൾ ആണ്. ന്യൂട്രിചാർജ് സൗത്ത് മഹോത്സവം മെയ് 4 നടക്കുന്നത് 2025. നേരത്തെ പറഞ്ഞത് എവിടെ നടക്കുന്നത്? മുംബൈയിലാണ് നടക്കുന്നത്. അത് ഏപ്രിലാണ് നടക്കുന്നത് എങ്കിൽ ഏപ്രിൽ കഴിഞ്ഞ് അടുത്ത മാസം ഇത് എവിടെ നടക്കുന്നുണ്ട്? കേരളത്തിൽ നടക്കുന്നുണ്ട്. സൗത്ത് മഹോത്സവ് നമ്മളെ രാജഗിരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. മിഷൻ 15 crore ഭാഗമാവുന്ന ഈ ഒരു മഹോത്സവത്തിന്റെ കണ്ടീഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിലുള്ള ഏത് കണ്ടീഷനും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റിന് എലിജിബിലിറ്റി ഉണ്ടാവും. ഒക്ടോബർ 1 തൊട്ട് മാർച്ച് 31 നിങ്ങൾ 30 പീസ് ടോട്ടലായിട്ട് ചെയ്യുകയും 5 പീസ് പെർ മന്ത് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇതിൽ പങ്കെടുക്കാം. അതല്ല, നിങ്ങൾ ഡിസംബറിലാണ് വന്നേ, അപ്പോഴും കുഴപ്പമില്ല. നിങ്ങൾ ഡിസംബറിൽ 5 എണ്ണം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജനുവരിയിൽ ഒരു 10 എണ്ണം ചെയ്യുന്നു, നിങ്ങൾ ഫെബ്രുവരിയിൽ ഒരു 10 എണ്ണം ചെയ്യുന്നു, മാർച്ചിൽ ഒരു 5 എണ്ണം ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി എന്തായി 30 നിങ്ങൾക്ക് കിട്ടി. അവിടെ നിങ്ങൾക്ക് രാജഗിരിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒക്ടോബർ 1 തൊട്ട് 31 മാർച്ച് വരെക്കുള്ളിൽ എല്ലാ മാസവും 10,000 PV ചെയ്ത ആൾക്കാർ, അതായത് അത് ന്യൂട്രിചാർജ് വുമൺ മാത്രമല്ല, മൊത്തം ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകളിൽ 10,000 PV ചെയ്ത ഏതൊരു വ്യക്തിക്കും, 6 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ന്യൂട്രിചാർജ് വുമൺ ചെയ്ത ഏതൊരു വ്യക്തിക്കും എന്താണ് ഇതിന്റെ ഭാഗമാവാൻ സാധിക്കും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ അപ്രീസിയേഷൻ ബേസിസിൽ കിട്ടും. ഓക്കെ, സോ ഗ്രാൻഡ് സൗത്ത് മഹോത്സവിൽ പങ്കെടുക്കാൻ വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ ഓഫർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിൽ എലിജിബിൾ ആവും. ഇനി അതല്ല, നിങ്ങൾ ആ ഓഫർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഓഫറിനെ പറ്റി കേൾക്കാൻ ലേറ്റ് ആയി പോയി, ഇനിയിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ന്യൂട്രിചാർജ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്, കുറച്ച് പ്രൊഡക്റ്റുകൾ ആൾക്കാർക്ക് എത്തിക്കുന്ന ഒരാളാണെങ്കിൽ, എല്ലാ മാസവും നിങ്ങൾ 10,000 PV ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ന്യൂട്രിചാർജിൽ 10,000 PV ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ എലിജിബിൾ ആയിരിക്കും. പ്രൊവൈഡഡ് എന്നാണ് ഒക്ടോബർ തൊട്ട് മാർച്ച് 31 വരെ സെൽഫ് ഐഡിയിൽ നിങ്ങൾ ഏത് ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ആണെങ്കിലും ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് കിട്ടും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ന്യൂട്രിചാർജ്. ഇനി അടുത്തതാണ് നമ്മുടെ സ്പെഷ്യൽ അനൗൺസ്മെന്റ്, ULP പ്രോഗ്രാം. ULP പ്രോഗ്രാമിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കേട്ട ആൾക്കാർക്ക് അറിയാം അത് എത്രത്തോളം വിഷണറി ആയിട്ടൊരു പ്രോഗ്രാമാണ്. പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ULP പ്രോഗ്രാമിന്റെ ഡേറ്റുകൾ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യും. പക്ഷെ അതിന് മുന്നേ നമ്മൾ ആദ്യത്തെ ഒരു 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രോഗ്രാമും കിട്ടുന്നില്ല. അതായത് ഈ 15 ദിവസം, ഫസ്റ്റ് 15 ദിവസം ജനുവരിയുടെ കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാമിന്റെ ഡേറ്റുകൾ വരുന്നുള്ളൂ. ആ ഒരു 15 ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഏരിയയിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ ഹോം മീറ്റിംഗ് വെക്കണം. ഹോം മീറ്റിംഗ് വെച്ചിട്ട് അതിൽ താല്പര്യം വന്ന് അതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നമ്മൾ എന്ത് വേണം, അവരെ അവിടുത്തെ ഒരു മീറ്റിംഗ്, ഷോപ്പ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കണം.
അത് കഴിഞ്ഞിട്ട് ഒരു ഹോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ULP-യിൽ കൊണ്ടുവരാൻ വേണ്ടി. ഡയറക്റ്റ്ലി നിങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് ULP-യിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലീഡേഴ്സിനെ അത് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഗൈഡൻസ് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ബട്ട് ദിസ് ഈസ് ജസ്റ്റ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ദാറ്റ് എന്താണ്, നിങ്ങൾക്ക് ഇത്തരത്തിലൂടെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെച്ച് പിന്നെ അവരൊരു ഷോപ്പ് മീറ്റിംഗിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരൊരു ചെറിയൊരു ഹോൾ മീറ്റിംഗിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിലേക്ക് കൊണ്ടുപോയാൽ അത് 10 ഇരട്ടി റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇനി ULP നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത ഒരാളെയും കൊണ്ടുവരാം. അവർ നോക്കുമ്പോൾ എന്താ ഇത്രയധികം ആൾക്കാർ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്, ഇത്രയും ഗ്രാൻഡ് സ്കെയിലിലാണ് കമ്പനി ഇത് ചെയ്യുന്ന, കമ്പനി സ്പോൺസർഡ് പ്രോഗ്രാം ആണെന്നൊക്കെ അവർക്ക് കാണുമ്പോൾ അവർക്ക് തോന്നും ഇതൊരു സാധാരണ ബിസിനസ് അല്ല, ഇത്ര ആൾക്കാർ ഒരു സാധാരണ ബിസിനസ്സിൽ ഇൻവോൾവ് ആവില്ല, ഇവിടെ വലിയൊരു റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. കാരണം ULP-യിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സെഷൻ ദിനേശ് ബാബു സാറിന്റെ സെഷൻ ആയിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും ഗാമ ഒറിജിനലിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞ സെഷനുകളാണ് കൂടുതലും ഗാമ ഒറിജിനൽ ആൾക്കാർ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം ഹീസ് എ ഡോക്ടർ, അത് പറയുന്ന ഒരു ഡോക്ടറാണ് അല്ലെ. അപ്പൊ അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈസിലി പുതിയൊരു ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. സോ ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ ഒക്ടോബർ തൊട്ട് ഈ ബിസിനസ്സിലുള്ളതാണെങ്കിൽ ഒക്ടോബറിൽ നിങ്ങൾ മിനിമം 1500 PV ചെയ്തിട്ടുണ്ട്, നവംബറിൽ ചെയ്തിട്ടുണ്ട്, ഡിസംബറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. ഓക്കെ, സോ സെൽഫ് എൻട്രി നിങ്ങൾക്ക് ആ ബേസിസിൽ കിട്ടും. ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾ എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് ബയർ ആണ്, നിങ്ങൾക്ക് 2500 PV വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എൻട്രിയും കിട്ടും, ഒരാളും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോകാം. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ 2500 2500 2500 ചെയ്തിട്ടുണ്ട്, ടോട്ടൽ 5500 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഒരാളെയും കൊണ്ടുപോകാം. ഇത് എക്സിസ്റ്റിംഗ് അസോസിയേറ്റ് ബയേഴ്സിനുള്ള ഓഫർ ആട്ടോ. ഇനി നിങ്ങൾ 5000 PV എല്ലാ മാസം ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ 5000 PV എല്ലാ മാസം ചെയ്യുന്ന ആളാണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബറിൽ നിങ്ങൾ മുടങ്ങാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 പേരെ കൊണ്ടുപോകാം. നിങ്ങളും പ്ലസ് 2 പേരും കൂടി കൊണ്ടുപോകാം. അപ്പൊ 3 ആൾക്ക് പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. ആൻഡ് ന്യൂ AB ഹു ജോയിൻ ദ സിസ്റ്റം ഇൻ നവംബർ. ഇനി നവംബറിലാണ് ഒരാൾ ജോയിൻ ചെയ്തത്, പുതിയൊരാളാണ് നവംബറിലാണ് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ അയാൾ 1500 PV ആ മാസം ചെയ്തു. അടുത്ത മാസം അതായത് ഡിസംബർ മാസത്തിൽ ഈ മാസവും 1500 PV ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 3000 വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് എൻട്രി കിട്ടും. ഒക്ടോബറിന്റെ അവിടെ ക്രൈറ്റീരിയ മീറ്റ് ആവുന്നില്ല. കാരണം എന്താ, ആള് നവംബറിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ കുഴപ്പമില്ല, ആൾ നവംബറിൽ 1500 ചെയ്താൽ മതി. ഈ മാസം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, 1500 ചെയ്യിപ്പിക്കുക, അവർ ഓട്ടോമാറ്റിക്കലി എലിജിബിലിറ്റി ആയിരിക്കും. ഈ പ്രോഗ്രാം 100% എന്താണ്, ഫ്രീ ആണ്. ഇത്ര ക്രൈറ്റീരിയ ഉള്ളൂ. PV ക്രൈറ്റീരിയ എന്ത് ചെയ്താൽ മതി, മാച്ച് ആയാൽ മതി. അപ്പൊ ഇവിടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5000 PV ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 2 ആളെയും കൂടി എക്സ്ട്രാ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് 5000 ചെയ്യാൻ പറ്റില്ല, 2500 ചെയ്തിട്ടുള്ളൂ, കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ എക്സ്ട്രാ കൊണ്ടുപോകാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ 1500 ചെയ്യുന്നുള്ളൂ, നോ പ്രോബ്ലം, നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇനി ഡിസംബർ മാസത്തിലാണ് പുതിയ അസോസിയേറ്റ് വരുന്നെങ്കിൽ 2500 PV ആൾ ചെയ്താൽ മതി. ആൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, സെൽഫ് എൻട്രിക്ക് എലിജിബിൾ ആവും. ആൾക്ക് ഒറ്റയ്ക്ക് അവിടെ പോയി അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ULP ടാർഗറ്റുകൾ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ടാർഗറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടീമിൽ ഇപ്പൊ നവംബറിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും, അവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. അവർക്ക് കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ ഒരു പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. അവർ ഈ മാസം ഇതേ വോളിയം 1500 PV മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി ഡിസംബറിൽ നിന്ന് ഈ മാസം ജോയിൻ ചെയ്ത ആൾക്കാർ എത്ര പേര് 2500 എത്തിക്കാൻ സാധിക്കും, അവരോട് ഇതിനെ വിളിച്ച് ഇതിന്റെ ഒരു കാര്യത്തെ പറ്റി പറയും, ഇതിനെ ഇൻവൈറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ കമ്പനി സ്പോൺസർ പ്രോഗ്രാം ഇങ്ങനെയൊന്നും കിട്ടാറില്ല. ഓരോ 3 മാസം കൂടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വരുള്ളൂ. ഈ പ്രോഗ്രാം സാർ മാഡം ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യണം. കാരണം എനിക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഈ ബിസിനസ്സിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. ഇതിന്റെ ശരിക്കുള്ള വിഷൻ മാഡത്തിന് മനസ്സിലായി. ഇതുപോലെ ഒരു പ്രോഗ്രാം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു 500 PV കൂടി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി എലിജിബിൾ ഫോർ ദാറ്റ് എന്നുള്ളത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ULP-യുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. ULP ഡേറ്റ്സ് ഈ പറഞ്ഞ പോലെയാണ്. ജനുവരി മാസത്തിൽ 19-ാം തീയതിയാണ് എറണാകുളത്ത് ULP വരുന്നത്, 21-ാം തീയതി കോട്ടയത്ത് വരുന്നുണ്ട്, 23-ാം തീയതി തൃശ്ശൂർ. അത് പ്രപ്പോസ്ഡ് ഡേറ്റ് ആണ്, കൺഫർമേഷൻ ആയിട്ടില്ല. ബട്ട് ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് 23rd തൃശ്ശൂർ, 25th ട്രിവാൻഡ്രം നഗരൂര് വെച്ചിട്ടാണ്, 27th കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ULP ജനുവരിയിൽ നടക്കാൻ പോകുന്നത് 19-ാം തീയതി എറണാകുളത്ത് വെച്ചിട്ട് രാജഗിരി ഓഡിറ്റോറിയത്തിലായിരിക്കും ഫോർ ഒബ്വിയസ് റീസൺസ്. 21-ാം തീയതി കോട്ടയത്ത് വെച്ചിട്ടായിരിക്കും, 23-ാം തീയതി തൃശ്ശൂർ മോസ്റ്റ്ലി കേച്ചേരി വെച്ചിട്ടായിരിക്കും, 25-ാം തീയതി ട്രിവാൻഡ്രം നഗരൂര് വെച്ചിട്ടായിരിക്കും, ആൻഡ് 27th കോഴിക്കോടാണ്. സോ ഈ ഡേറ്റുകൾ നിങ്ങൾ ഇപ്പൊ തന്നെ കുറിച്ചിടുക. ഈ ഒരു പ്രോഗ്രാമിലേക്ക് മാക്സിമം സ്ട്രെങ്ത് നിങ്ങളുടെ ടീമിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കാരണം ഇറ്റ് വിൽ ഡു മിറാക്കിൾസ് ഫോർ യു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി ഇത്രയും വൈഡ് സ്കെയിലിൽ ഇത്രയും എമൗണ്ട് മുടക്കി ഒരു പ്രോഗ്രാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്റെ അറിവിലില്ല.
ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ദിസ് കമ്പനി ഈസ് ഇൻവെസ്റ്റിംഗ് ഓൺ ഹൂ? ഓൺ അസ്. നമ്മളാണ് ഈ കമ്പനിയുടെ റിസോഴ്സസ്. നമ്മളെ വളർത്താനാണ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ദിസ് കമ്പനീസ് കീപ് ഓൺ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കോടി ആസ്തിയുള്ള ഒരു കമ്പനിക്ക് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ടേൺ ഓവർ ഡബിൾ ആക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിച്ചാൽ മതി. പക്ഷേ കമ്പനിയുടെ മിഷൻ അതല്ല. കമ്പനിയുടെ മിഷൻ എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തതയാണ്. ശരിയായ അവബോധം ജനങ്ങളിലേക്ക് ശരിയായ രീതിയിൽ മാക്സിമം മികച്ച രീതിയിൽ കൊടുക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും വലിയൊരു പില്ലർ ആയിട്ടുള്ള പ്രവീൺ സാറിനെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സോണൽ മാനേജർ. അദ്ദേഹത്തിലൂടെ നമുക്ക് കാര്യങ്ങളെ കൂടുതൽ ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ ആൾക്കാരിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ യൂഷ്വൽ മീറ്റിങ്ങുകൾ പോലെയല്ല. വളരെ ടെക്നിക്കലി അഡ്വാൻസ് ആയിട്ട് വളരെ വലിയൊരു സ്ക്രീനിൽ വെച്ചിട്ടാണ് നമ്മൾ ULP നടത്തുന്നത്. ഇത് കാണുന്ന പുതിയ തലമുറയ്ക്ക് അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അവരെ സംബന്ധിച്ച് വളരെ ന്യൂജൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ULPക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക, ടാർഗറ്റുകൾ ഓർത്ത് വെക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഡിസംബർ മാസത്തിൽ ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ അവർ 2500 PV ചെയ്താൽ തന്നെ അവർക്ക് എന്ത് കിട്ടും? സെൽഫ് എൻട്രിക്ക് അവര് എലിജിബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഷോപ്പ് ഓണേഴ്സിന് വേണ്ടിയിട്ട് ഓൾ PUC, KSO, വണ്ടർവേൾഡ് ആൻഡ് വണ്ടർവേൾഡ് ക്യുക്ക് ഓണേഴ്സിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്തിരിക്കുന്നു? ഒരു 2% എക്സ്ട്രാ കമ്മീഷൻ നോൺ FMCG പ്രൊഡക്ട്സിന്റെ പർച്ചേസ്, സെയിൽസ് അല്ല, ശ്രദ്ധിക്കണം, പർച്ചേസ്. ഒരു ഷോപ്പ് ഓണർ നോൺ FMCG പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? FMCGയിൽ പെടാത്ത എല്ലാ പ്രൊഡക്റ്റുകളും എന്താ? നോൺ FMCG ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ പ്രസ്റ്റീജ് ആയിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത നമ്മുടെ കുക്കർ ആയിക്കോട്ടെ, പ്രൊഡക്റ്റുകളായിക്കോട്ടെ, കിച്ചൺ വെയറുകളായിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, സ്റ്റേഷനറി ഐറ്റംസ് ആയിക്കോട്ടെ, പേഴ്സ് ആയിക്കോട്ടെ, ഷർട്ട് ആയിക്കോട്ടെ, ടൈ ആയിക്കോട്ടെ, ഏതൊരു പ്രൊഡക്റ്റും അവർ നോൺ FMCG അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ 2% എക്സ്ട്രാ കമ്മീഷൻ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ ഏതുവരെ? 31 മാർച്ച് 25 വരെ ഉള്ളൂ. ടു അവെയിൽ എക്സ്ട്രാ 1 to 2% ഇൻസെന്റീവ്. മിനിമം പർച്ചേസ് കണ്ടീഷൻ ഉണ്ട്. മിനിമം പർച്ചേസ് ഓഫ് PUC, KSO, വണ്ടർവേൾഡ് ക്യുക്ക് ഫോർ ലാസ്റ്റ് ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നോൺ FMCG പ്രൊഡക്റ്റുകളുടെ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് 30,000 അതിന് മുകളിലോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2% എക്സ്ട്രാ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഓഫർ ഏത് വരെയുള്ളൂ? മാർച്ച് 25 വരെയുള്ളൂ. ഇനി ഇത് എങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ സിമ്പിൾ ആണ്. നമ്മുടെ RCMന്റെ POS നമുക്കറിയാം. നമ്മുടെ PUC നടത്തുന്നതോ വണ്ടർവേൾഡ് നടത്തുന്ന ആൾക്കാർക്കോ അറിയാം. POS എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെജർ വ്യൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് ഉണ്ട്. നമ്മുടെ നോൺ FMCG അതുപോലെ തന്നെ FMCG എത്ര പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ മിനിമം കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പർച്ചേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 മാസം ലാസ്റ്റ് ക്വാർട്ടർ എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 മാസത്തെ ക്വാർട്ടറിൽ മിനിമം 30,000 എങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ 2% എക്സ്ട്രാ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഇരിക്കുന്ന ഒരു ഷോപ്പ് ഓണേഴ്സും വണ്ടർവേൾഡ് ക്യുക്ക് ഓണേഴ്സോ KSO ഓണേഴ്സോ അല്ലെങ്കിൽ വണ്ടർവേൾഡ് ഓണേഴ്സോ ഇത് മിസ്സാക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് തന്നെ ഇത് ചെക്ക് ചെയ്യുക. ഇനി എത്ര ആ ടാർഗറ്റ് എത്തിക്കാനുള്ളത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് എക്സ്ട്രാ കമ്മീഷൻ ആൻഡ് ഇൻസെന്റീവ് സ്കീം. അടുത്തതാണ് ഉഡാൻ. നമുക്കറിയാം, ഇന്ന് കീസോളിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന 2 സ്ട്രോങ് പില്ലേഴ്സ് നമുക്കിടയിൽ തന്നെയുണ്ട്. ഒന്ന് നമ്മുടെ നമ്മുടെ കീസോൾ ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ നേഹ മാഡം ഉണ്ട്. അതുപോലെ തന്നെ ശ്രീലത മാഡം, നമുക്ക് ഹൈജീൻ ട്രെയിനർ ആയിട്ടുള്ള ശ്രീലത മാഡം ഉണ്ട്. ഇവർ 2 പേരുടെയും ശക്തമായ സെഷനുകളിലൂടെയാണ് നമ്മൾ കീസോളിനെ കൂടുതൽ അറിഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോ ഇത് മലയാളത്തിൽ അവൈലബിൾ ആണ്. ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല. 2500 SP എന്ന് വെച്ചാൽ DP റേറ്റ്. 2500 DP റേറ്റിൽ നമ്മൾ സെൽഫ് ഐഡിയിൽ കീസോളോ വ്യോമിനിയോ ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ കമ്പൈൻഡോ ആവാം, കീസോൾ പ്ലസ് വ്യോമിനി പ്രൊഡക്റ്റുകൾ നിങ്ങൾ DP റേറ്റിൽ നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഈ QR കോഡ് ഇവിടെ കാണുന്നുണ്ട്, അത് സ്കാൻ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഒരു രജിസ്ട്രേഷൻ വരും. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എ പാർട്ട് ഓഫ് ഉഡാൻ. അവിടെ നിങ്ങൾക്ക് എന്താണ്? മലയാളത്തിലാണ് ക്ലാസ്സുകൾ വരിക, അല്ലെ? ഇപ്പൊ ഈ നവംബർ 1 തൊട്ട് ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ഏത് രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം, എന്തൊക്കെ ടാർഗറ്റുകളാണ് അതിൽ നമുക്ക് ഫർദർ ആയിട്ട് വരുന്നതെന്നൊക്കെ മനോഹരമായിട്ടുള്ള സെഷനിലൂടെ നേഹ മാഡവും അതുപോലെ തന്നെ ശ്രീലത മാഡവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ബി എ പാർട്ട് ഓഫ് ഉഡാൻ. അല്ലെ, നമ്മളെ സെൽഫ് റിലയന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കമ്പനി തരുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ ഇത് ചെയ്യാൻ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. 2500 DPയുടെ സാധനങ്ങൾ നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ ബില്ല് ചെയ്യുക. അത് കീസോളോ വ്യോമിനോ ഏത് വേണമെങ്കിലും ആവാണെങ്കിൽ 2 കൂടി കമ്പൈൻഡ് ആയിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പറഞ്ഞ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഉഡാൻ ബാച്ച് മലയാളത്തിലാണ് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവാം. ഓക്കെ, ബി എ പാർട്ട് ഓഫ് ഉഡാൻ ആസ് സൂൺ ആസ് പോസിബിൾ. നിങ്ങളുടെ ടീമിൽ ഈ ഒരു സെഗ്മെന്റിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ എല്ലാ സെഗ്മെന്റും എല്ലാവർക്കും പറ്റില്ല. ചിലർക്ക് ന്യൂട്രി ചാർജിനേക്കാളും കുറച്ചും കൂടി ഈസി കീസോൾ ആയിരിക്കും. ലെറ്റ് ദം ഡു ദാറ്റ്. അവരതിലേക്ക് വരട്ടെ. ചിലർക്ക് കീസോളിനേക്കാളും കൂടുതൽ ഇഷ്ടം ന്യൂട്രി ചാർജ് ആയിരിക്കും. അവരതിൽ ചെയ്യട്ടെ. ഓരോരുത്തർക്കും ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള കഴിവുകളുണ്ട്.
ഓരോ സ്കില്ലുകൾ ഉണ്ട്, ഓരോ പാഷൻ ഉണ്ട്. ആ പാഷൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഏതിൽ പോയാലാണ് കൂടുതൽ അവർ ശോഭിക്കുക എന്നനുസരിച്ചിട്ട് അവരെ കറക്റ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഫ്രം കീസോൾ ഉഡാൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ഓപ്പണർ ആൻഡ് അബോവ് സെലിബ്രേഷൻ. അതായത് ഒക്ടോബർ തൊട്ട് ഡിസംബർ മാസത്തിനുള്ളിൽ ഓപ്പണർ പിൻ അല്ലെങ്കിൽ അതിന് മുകളിൽ വന്ന എല്ലാ പിന്നുകളും ആദരിക്കുന്ന ഒരു സെലിബ്രേഷൻ ഇവന്റ് ഫെബ്രുവരി 16 രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ്, നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇവന്റും കൂടിയാണ്. ഒക്ടോബർ ടു ഡിസംബർ മാസത്തിനുള്ളിൽ ശ്രദ്ധിക്കണം, ഇനിയും 2 ദിവസം ഉണ്ട് ഡിസംബർ തീരാൻ വേണ്ടി. ഇനിയും 2 ദിവസം ഉണ്ട് നിങ്ങൾക്ക് അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് യു ആർ നോട്ട് ആൻ ഓപ്പണർ, ബി ആൻ ഓപ്പണർ. ഇഫ് യു ആർ നോട്ട് ആൻ എന്താ പറയാ റണ്ണർ, ബി ആൻ റണ്ണർ. വിന്നർ ആവാം, സ്റ്റാർ ആവാം, ഏത് പൊസിഷൻ വേണമെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് 2 ദിവസത്തെ സമയമുണ്ട്. ആൻഡ് യു വിൽ ബി ഹോണേർഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ഇൻ രാജഗിരി. രാജഗിരി പോലത്തെ മനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം, നമ്മുടെ എന്താ പറയാ സഫയർ, അതുപോലെ തന്നെ നമ്മുടെ വർസാർ, ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. എന്തിനധികം നമ്മുടെ നാഷണൽ ട്രെയിനർ ആയിട്ടുള്ള സന്തോഷ് നായർ, ഇവരൊക്കെ വന്ന ആ ഒരു വേദിയിൽ വെച്ചിട്ട് നമുക്ക് ഈ അംഗീകാരം എടുക്കാനുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. സോ പ്ലാൻ അക്കോർഡിംഗ്ലി 2 ദിവസത്തെ സമയമുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട്. ഡിസംബർ 31 വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് 2 ദിവസം സമയമുണ്ട്. പ്ലാൻ യുവർ അച്ചീവ്മെന്റ് ആസ് സൂൺ ആസ് പോസിബിൾ. രാജഗിരി ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ ടീമിനെ സാക്ഷ്യം വഹിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങൾ ആ ട്രോഫി വാങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് അടുത്ത പിന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഒറ്റൊരു മോട്ടിവേഷൻ മതി നിങ്ങൾ അടുത്ത പിന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറയും. കാരണം അത്രയും വലിയ ഓഡിറ്റോറിയം ഞാൻ കണ്ടത് ആർച്ചെങ്കിൽ വന്നിട്ടാണ്. അതിന് മുന്നേ ഒന്നും ഞാൻ അങ്ങനത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ പോലും പോയിട്ടില്ല, കാരണം പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ആർച്ചിമിൽ വന്നതിന് ശേഷം എന്തോരം സ്ഥലങ്ങളിൽ അംഗീകാരം കിട്ടുന്നുണ്ട്, എന്തോരം സ്ഥലങ്ങളിൽ നമ്മുടെ പേര് നമ്മളില്ലെങ്കിൽ പോലും ആൾക്കാർ പറയുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതോ, ഒരു പിന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ്, അല്ല ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ് ഞാൻ പറയണം, അടിച്ചു കയറി വാ ഓപ്പണർ ആൻഡ് അബോവ് സെലിബ്രേഷൻ നിങ്ങൾ ഓരോരുത്തരും അടിച്ചു കയറി വാ. ആൻഡ് ഫൈനലി കൺസിസ്റ്റൻസി പ്ലാൻ. അല്ലെ, ഒരിക്കൽ കൂടി നമുക്ക് അതിലേക്ക് ഒന്ന് കടക്കാം. കാരണം പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് പറയാൻ വേണ്ടിയിട്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ്സിനെ നിലനിർത്തുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രോങ് പില്ലറാണ് നമ്മുടെ RCMന്റെ കൺസിസ്റ്റൻസി പ്രോഗ്രാം. അതിന്റെ ഭാഗമാണോ നിങ്ങൾ? അതിൽ നിന്ന് ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. 100 PV തൊട്ട് 1499 PV വരെ നിങ്ങൾ 6 മാസം കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12% DP റേറ്റിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. എന്ന് 8ാമത്തെ മാസം, 7ാമത്തെ മാസം അല്ല 8ാമത്തെ മാസം 1500 PV തുടർച്ചയായിട്ട് 6 മാസം നിങ്ങൾ ചെയ്യുകയാണ് നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 8ാമത്തെ മാസം 1500 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. 2500 ആണ് ചെയ്യുന്നതെങ്കിൽ 2500 DP, 5000 ആണ് ചെയ്യുമെങ്കിൽ 5000 DP, 10000 ആണ് ചെയ്യുമെങ്കിൽ 5000 DP പ്ലസ് 3000 ക്യാഷ് പ്രൈസ് കിട്ടും. 25000 PV തുടർച്ചയായിട്ട് 6 മാസം നിങ്ങൾ ചെയ്യുകയാണ് നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാമത്തെ മാസം 5000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റും കിട്ടും, 12500 രൂപ ക്യാഷും കിട്ടും. 50000 PV ആണ് നിങ്ങൾ തുടർച്ചയായിട്ട് 6 മാസം ചെയ്യുന്നെങ്കിൽ 8ാമത്തെ മാസം നിങ്ങൾക്ക് 5000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റും കിട്ടും, 30000 എന്ത് കിട്ടും? ക്യാഷും കിട്ടും. ഇനി നമുക്കറിയാം കൺസിസ്റ്റൻസി പർച്ചേസ് കീസോൾ ആൻഡ് വ്യോമിനി എന്താണ് ഗാമോറിസിനോളും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അപ്പോ 100 PV തൊട്ട് 1499 PV നിങ്ങൾ കീസോളോ ഗാമയാണോ ചെയ്യുന്നെങ്കിൽ, ഓക്കെ, നിങ്ങൾ കീസോൾ ഫുൾ ആയിട്ട് 100 തൊട്ട് 1499 PVക്കുള്ളിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗാമ നിങ്ങൾ ഇതിനിടയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 12% ഫ്രീ പ്രൊഡക്റ്റ് RCMും തരും, 12% DP റേറ്റിനുള്ള ഫ്രീ പ്രൊഡക്റ്റ് ആര് തരും? കീസോളോ അല്ലെങ്കിൽ ഗാമയോ ചെയ്യും. പ്രൊവൈഡർ നിങ്ങൾ ഏതാ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ കീസോളാണ് ചെയ്യുമെങ്കിൽ കീസോൾ 12% DP തരും, ഗാമയാണ് ചെയ്യുമെങ്കിൽ 12% ചെയ്യും. മൊത്തം 24% DP പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. 1500 PV നിങ്ങൾ കീസോളിൽ ചെയ്യുകയാണെങ്കിൽ 1500 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് RCMും തരും, 1500 DP ഫ്രീ പ്രൊഡക്റ്റ് കീസോളും തരും. ഇനി അത് ഗാമയിലാണ് ചെയ്യുന്നതെങ്കിൽ 1500 RCMും തരും, 1500 എന്ത് ചെയ്യും? ഗാമയും തരും. 2500 PV ആണ് നിങ്ങൾ കീസോളിൽ ചെയ്യുന്നെങ്കിൽ 2500 DP റേറ്റിലെ പ്രൊഡക്റ്റ് RCMും തരും, കീസോളും തരും. മൊത്തം 5000 DP കിട്ടും. ഗാമയാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് RCMും 2500 തരും, ഗാമയും 2500 തരും, മൊത്തം 5000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഇനി 5000 PV ആണ് നിങ്ങൾ കീസോളിൽ ചെയ്യുന്നെങ്കിൽ 5000 DP RCMും തരും, 5000 DP കീസോളും തരും. ഗാമയാണെങ്കിൽ ഇതേപോലെ തന്നെ 5000 RCMും തരും, 5000 ഗാമയും തരും. മൊത്തം എന്താണ്? 10000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങളെ സംബന്ധിച്ച് കിട്ടും. ഇനി കൺസിസ്റ്റൻസി പർച്ചേസ് ന്യൂട്രി ചാർജ് 6 മാസത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ 12%, 24% എന്തിന് ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. DP റേറ്റിനുള്ള ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് 1500 PV ആണ് നിങ്ങൾ ന്യൂട്രി ചാർജിൽ ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ മന്ത്ലി വോളിയം എന്ന് പറയുന്നത് ന്യൂട്രി ചാർജിൽ മാത്രം 1500 PV ആണെങ്കിൽ 1500 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് RCMും തരും, 1500 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് ന്യൂട്രി ചാർജും തരും.
2500 ചെയ്യുന്നെങ്കിൽ 2500 RCM, 2500 ന്യൂട്രി ചാർജ്. 5000 ചെയ്യുന്നെങ്കിൽ 5000 RCM, 5000 ന്യൂട്രി ചാർജ്, മൊത്തം 10000 DP. ഇനി 10000 ചെയ്യുന്നതെങ്കിൽ 5000 ന്യൂട്രി ചാർജും തരും, 5000 RCM തരും, മൊത്തം 10000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. പ്ലസ് എന്താണ്, 3000 രൂപ ക്യാഷ് RCM തരും, 5000 രൂപ ക്യാഷ് ന്യൂട്രി ചാർജ് തരും, 8000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. മൊത്തം ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 18000 രൂപയുടെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൻഡ് 25000 BV ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 5000 RCM തരും, 5000 ന്യൂട്രി ചാർജ് തരും, 10000 എന്താണ് DP റേറ്റിനുള്ള ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 8ാമത്തെ മാസം കിട്ടും. പക്ഷെ അവിടെ തീരുന്നില്ല. RCM നിങ്ങൾക്ക് 12500 തരും, നിങ്ങൾക്ക് ന്യൂട്രി ചാർജും 12500 തരും, 25000 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്യാഷ് ആയിട്ട് കിട്ടും. സോ ഇതാണ് കൺസിസ്റ്റൻസി ഓഫർ വരുന്നത്. ആൻഡ് 50000 PV, 5000 DP RCM, 5000 DP ന്യൂട്രി ചാർജ്, ടോട്ടൽ 10000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് മാത്രം കിട്ടും. ഒപ്പം തന്നെ 30000 നിങ്ങൾക്ക് RCM ക്യാഷ് ആയിട്ട് തരും, ന്യൂട്രി ചാർജും ക്യാഷ് ആയിട്ട് 30000 തരും, 60000 നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് മാത്രം ഈ രണ്ട് സൈഡിൽ നിന്നും കിട്ടും. സോ ഹോപ്പ്ഫുള്ളി ഇന്നത്തെ സെഷൻ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓഫറുകൾ എല്ലാം പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയധികം ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്കിത് നോട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കും. നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ അവതരിപ്പിക്കുന്ന വേദിയിൽ ഈ ഓഫറുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതൽ പതിയും. ഇപ്പൊ ഞാൻ ഇതിലെല്ലാ ഓഫറുകളും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഞാനിന്ന് എന്ത് ചെയ്തു, ഞാനത് ഏറ്റെടുത്തു, ഞാനത് പഠിക്കാൻ തീരുമാനിച്ചു, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമം തന്നെയാണ് RCM ബിസിനസ്സിലേക്ക് വേണ്ടത്. എല്ലാം പഠിച്ചിട്ട് എല്ലാം തികഞ്ഞിട്ട് നമുക്ക് എവിടെയും എത്താൻ സാധിക്കില്ല. നമ്മളും പഠിക്കുക, കൂടെ വരുന്ന ആളെയും പഠിപ്പിക്കുക, പഠിപ്പിക്കുക. അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അല്ലെ? നമുക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇതിനെ പല രീതിയിൽ, പല മൾട്ടിറ്റ്യൂഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് അവസരങ്ങൾ പല രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. അതിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം. കാരണം ഒരിക്കല് ഒരു ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പെയിന്റർ ഉണ്ടായിരുന്നു, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റർ. പക്ഷെ ആൾക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ ആള് മറക്കും, പെട്ടെന്ന് മറക്കും ആള് കാര്യങ്ങൾ. ഇന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ അതിനെ പറ്റി മറക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു വലിയൊരു ക്ലയന്റ് വന്നു. ആ ക്ലയന്റ് വന്നിട്ട് ആളോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഭംഗിയുള്ള ഒരു ചിത്രം വരച്ചു തരണം എന്ന് പറഞ്ഞു. ഒരു മനോഹരമായിട്ടുള്ള, ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ചിത്രം വരച്ചു തരണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഡേറ്റ് തീരുമാനിച്ചു. ഇദ്ദേഹം പറഞ്ഞ സമയത്തിന്, പറഞ്ഞ ഡേറ്റിന് അവിടെ എത്തി ഡോറ് തുറന്ന് പരിപാടി തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് ബ്രഷ് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇദ്ദേഹത്തിന് ഭയങ്കര മറവിയ, ബ്രഷ് എടുത്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ചൂല് കണ്ടത്. നമ്മള് നിലൊക്കെ തുടക്കില്ലേ, നിലൊക്കെ അടിക്കില്ലേ, അതുപോലെ ഒരു ചൂല് കണ്ടു. ആള് വേറെ ഒന്നും നോക്കിയില്ല, എന്ത് ചെയ്തു, ചൂല് വെച്ചിട്ട് ഒരു ചിത്രം അങ്ങോട്ട് വരച്ചു. പെയിന്റിൽ മുക്കി അങ്ങോട്ട് വരച്ച് ഫൈനലി ഔട്ട്പുട്ട് വന്നു, അതിഗംഭീരമായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. അപ്പോ നമ്മൾക്ക് എന്തൊക്കെ ഓഫറുകൾ കിട്ടിയാലും അതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നു അതുപോലെ ഇരിക്കും. ക്രിയേറ്റീവ് ഹെഡ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ഇരിക്കും. ആ ചിത്രം ആ ക്ലയന്റിന് ഭയങ്കര ഇഷ്ടമായി, അദ്ദേഹം അത് കോടിക്കണക്കിന് രൂപയ്ക്ക് വാങ്ങി. അപ്പോ ആ ക്ലയന്റ് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ബ്രഷ് കൊണ്ടുവരാൻ മറന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചൂല് വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്തേ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരു കാര്യത്തിൽ, ഒരു പ്രവൃത്തിയിൽ നമ്മളെ എത്ര കൊല്ലം അതിൽ നിരന്തരമായിട്ട് അഭ്യസിക്കുന്നു അത്രത്തോളം അതിൽ നമുക്ക് പ്രാവീണ്യം കിട്ടും എന്നുള്ളതാണ്. എക്സ്പേർട്ട് ആവും. പിന്നെ എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യും. ഞാൻ പറയുന്നു, RCM നിങ്ങൾ ഓരോരുത്തരും എന്താവണം, ഒരു എക്സ്പേർട്ട് ആവണം. എങ്ങനെയൊക്കെ വന്നാലും നമുക്കത് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓഫർ വന്നു, അയ്യോ ഇത്രയും വലിയ ടാർഗറ്റോ, ഞാൻ എങ്ങനെ ചെയ്യും? നിങ്ങൾ ചെയ്ത് നോക്കൂ. ടാർഗറ്റുകൾ ഞാൻ പറയുന്നു, ന്യൂട്രി ചാർജ് നമുക്ക് തരുന്ന ടാർഗറ്റുകൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുന്നത് വേറൊന്നും കൊണ്ടല്ല. കാരണം അവർക്കറിയാം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ടീം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കേരള ടീം, വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വേറെ ആർക്കും ഇത്തരത്തിൽ ഓഫറുകൾ കൊടുക്കുന്നില്ല എന്നുള്ളത്. കാരണം നമുക്ക് ഇത്രയും ഓഫറുകൾ തരുന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ബേസിസിൽ ഈ ഓഫറുകൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് RCM കേരളനെ കണക്കിലെടുത്തിട്ടാണ്. ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് കേരളത്തിൽ, ഇന്ന് ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കണം. നമുക്ക് തരുന്ന ഓഫറുകൾ എന്ന് പറയുന്നത് ഈ ബിസിനസ്സിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ചവിട്ടുപടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ടീമിൽ നിന്ന് 10000 PV ചെയ്യുന്ന ഒരു 20 പേരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ RCM നമ്മുടെ PV എത്ര കയറും, ടീമിന്റെ PV എത്ര കയറും? ഓക്കെ, ഇതൊരു സിംഗിൾ പ്രൊഡക്റ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ ടീമിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എഫക്റ്റീവായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരോട് ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7000-ലധികം ആൾക്കാരുണ്ട്. അതിൽ ഞാൻ റഫ്ലി ഒരു 7000 പേരെ തന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവര് ന്യൂട്രി ചാർജ് വുമൺ ചെയ്യുന്ന PV
ഒരേ കുടുംബത്തിൽ ഒരാൾ മാത്രം ഉപയോഗിച്ചാൽ ഈ 7,000 ആൾക്കാരുടെ ന്യൂട്രിചാർജ് വുമൺ ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 24 ലക്ഷം സംതിങ് PV ജനറേറ്റ് ആവും. അതായത് ഒരു സൈഡില് എമറാൾഡിന്റെ കാര്യം ഫില്ലാവും. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു, ഒറ്റ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന വിപ്ലവ. നമ്മൾ ഓരോരുത്തർക്കും അത് സാധിക്കും. നിങ്ങളുടെ മേഖല ഏതാന്നുള്ളത് തെരഞ്ഞെടുത്ത് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് കീസോൾ ആണോ ഇഷ്ടം, ഗോ ഫോർ കീസോൾ. നിങ്ങൾ ന്യൂട്രിചാർജ് ആണോ ഇഷ്ടം, ഗോ ഫോർ ന്യൂട്രിചാർജ്. നിങ്ങൾക്ക് ഹരിത സഞ്ജീവനി ആണോ ഇഷ്ടം, ഗോ ഫോർ ഹരിത സഞ്ജീവനി. എല്ലാവർക്കും എല്ലാം പറ്റില്ല, പക്ഷേ നമുക്ക് പറ്റുന്ന എന്തൊക്കെയോ ഇതിലുണ്ട്. കാരണം ഇത്രയും വൈവിധ്യമായിരുന്ന സെഗ്മെന്റുകൾ തരുന്ന വേറെ ഒരു സിസ്റ്റവും ഇന്ന് ലോകത്തില്ല. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ലോകത്തില്ല. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം ഒരു പ്രൊഡക്റ്റ് തന്നെ ഇറക്കാൻ കഷ്ടപ്പെടുന്ന കമ്പനികൾ ഉള്ള ഒരു നാടാണ് ഇന്ത്യ. ഡയറക്ട് സെല്ലിങ്ങിൽ ഒരു പ്രൊഡക്റ്റ് വെച്ച് തന്നെ പയറ്റി വിജയിക്കാൻ കഷ്ടപ്പെടുന്ന നാടാണ് ഇന്ത്യയെങ്കിൽ അവിടെ 4,500-ലധികം പ്രൊഡക്റ്റുകൾ 18-ലധികം സെഗ്മെന്റുകൾ വെച്ച് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് പൊരുതി നേടിയ വിജയത്തിന്റെ ഭാഗമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും. നമുക്ക് ഈ ടാർഗറ്റുകൾ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും ഈ ടാർഗറ്റ് പറ്റുക? 2 ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ്. ആ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുപോകാൻ പറ്റും. പ്രൊവൈഡർ എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ് വേണം. നാളെ രാവിലെ 6 മണിക്ക് അലാറം വെച്ച് എണീക്കുക, വിളി തുടങ്ങുക, കോൾ കോൾ കോൾ. നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ മുമ്പിൽ വേണം, നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ മുമ്പിൽ വേണം. ആരൊക്കെ എവിടെ വരെ എത്തി എന്നുള്ളത് നോക്കിയിട്ട് വിളിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടാർഗറ്റുകൾ അവർ എത്തുന്നുണ്ടോ എന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? വോളിയം കൂടി കൂടി വരും. ഓക്കെ, സോ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ എത്രയും നേരം എന്നെ കേൾക്കാൻ മനസ്സ് കാണിച്ചതും അതേപോലെ തന്നെ ഇത്രയും നേരം എന്റെ കൂടെ ഇരുന്നതിനും എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ ഒരു അവസരം എനിക്ക് തന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള റൂബി ബിനു സാറിനും അതേപോലെ തന്നെ മൂർത്തി സാറിനും ഈ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ULP പ്രോഗ്രാമുകൾ വീണ്ടും ഫോക്കസ് ചെയ്യുക. അവിടേക്ക് ആൾക്കാർ എത്തിക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ പോലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കരുത്. കാരണം ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോഗ്രാം. ആൻഡ് ഗുഡ് ഡോട്ടിന്റെ ടാർഗറ്റുകൾ നമുക്ക് സെൽഫ് ഐഡിയിൽ നമുക്ക് തന്നെ ഈസിലി ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലെ കൺസെപ്ഷൻ വെച്ച് തന്നെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കീസോൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കും വീട്ടിലേക്കുള്ള ഒരു ബേസിക് ലെവൽ പ്രൊഡക്റ്റ് റേഞ്ച് തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഉടാനിലേക്ക് എലിജിബിലിറ്റി ആവും. എല്ലാ ഓഫറുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ബുദ്ധിമുട്ടുകളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ജീവിതം എന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. പക്ഷേ ബുദ്ധിമുട്ടുകളെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് കാണുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത്. ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ആ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം, ജീവിതം എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്ലാനിങ് ആണ്. അല്ലെ, എല്ലാ പ്ലാനും വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. പ്ലാനുകൾ തകർന്ന് തരിപ്പണമായിട്ട് പിന്നെ അവിടുന്ന് ഉയർത്തെണീക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം നമുക്ക് അളവിനേക്കാളും കൂടുതലായിരിക്കും. അല്ലെ, കുറെ കാലം ഒരേ പിന്ന് തന്നെ ഇരുന്നിട്ട് അവസാനം ആ ഒരു നമ്മൾ ആഗ്രഹിച്ചൊരു പിന്നിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ലെ, അതേപോലെ 2025 എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു വിജയവർഷമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു ബിനു സാർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു വെരി മച്ച്.